കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ സന്താനങ്ങൾ കൈവിട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മാരകമാം വിധം മനുഷ്യനെ അവന്റെ അസ്തിത്വത്തിൽ നിന്ന് വഴി നടത്തി എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളെ തകർത്ത് കളയുന്ന വളരെ വിനാശകരമായ ലഹരിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇവിടെയൊക്കെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരാൾ ലഹരിയിലേക്ക് എത്തുന്നു, എന്തുകൊണ്ട് മക്കൾ നമ്മളുടെ കൈവെള്ളയിൽ നിന്ന് ആ പിടുത്തം അവസാനിപ്പിച്ച് എന്നേക്കുമായി അവരകലുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മതവിദ്യ അവരുടെ ഉള്ളിൽ ഇല്ല എന്നതാണ്. ആദ്യം എന്താണ് മതം എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. ആ മതത്തിൽ എന്തുകൊണ്ട് ഇസ്ലാം എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ ലോകത്ത് ജീവിക്കാൻ നിയമങ്ങൾ ആവശ്യമായിട്ടുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. വേറെ ഒരു വിഭാഗത്തിനും നിയമങ്ങൾ വേണമെന്നില്ല. ആകാശത്തിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകൾക്ക് രാവിലെ മുതൽ വൈകുന്നേരമേ പറക്കാൻ പാടുള്ളൂ എന്ന നിയമമില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ജന്തുജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ ജീവിക്കാവൂ, നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഇന്ന സമയത്ത് വീടിന്റെ അകത്തളത്തിലേക്ക് പോകണം, ഇന്ന നേരത്ത് പുറത്തിറങ്ങണം, ഇന്നതിനെ കഴിക്കാവൂ എന്ന വ്യവസ്ഥകളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്താണ് കാരണം? ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ആകെ ഇവരെ ജനിപ്പിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്നത് അവരാകെ ജീവിക്കുന്നത് അന്നം കഴിക്കുക, അവരുടേതായ തലമുറകൾ നിലനിൽക്കാൻ ആവശ്യമായ രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പുരോഗതിയും ഒരു സമാനമായ പ്രവർത്തനങ്ങളോ ഒന്നും ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യരെങ്ങനെയല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളിലും അവൻ പുരോഗതിയും ഔന്നിത്യവും ഉന്നമനവും തേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രകൃതിയെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇത് മുഴുവനും അല്ലാഹു ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഉപയോഗിക്കാൻ തരത്തിലേക്ക് മനുഷ്യന് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, ചിന്തയുണ്ട്. ഒരാള് കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞു പോയ ഒരു രീതിയിലും ഉപകാരമില്ലാത്ത വേസ്റ്റുകൾ പെറുക്കാൻ പോലും ഒരു വിഭാഗം മനുഷ്യർ അതൊരു കച്ചവടമായി, ഉപജീവന മാർഗമായി തൊഴിലന്വേഷിച്ച് അവരിങ്ങനെ വേസ്റ്റുകൾ പെറുക്കാൻ നടക്കുന്നുണ്ട്. മനുഷ്യന്റെ മലമൂത്ര വിസർജ്യങ്ങൾ മുഴുവനും അടിഞ്ഞുകൂടുന്ന സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് വരെ ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ കാണുന്ന ഓരോ കാഴ്ചയിലും അവൻ അഭിമുഖീകരിക്കുന്നതിലൊക്കെ അവനുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ അന്വേഷിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പാടില്ല. ഏതുപോലെ ഒരു കടലിൽ ഒരു കപ്പലിന് സഞ്ചരിക്കാൻ കൃത്യമായ മാർഗരേഖയുണ്ട്. കാറ്റ് അതിന്റെ ദിശകൾക്കനുസരിച്ച് കപ്പലിനെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കാറ്റിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്ന പരിസരങ്ങളിലേക്കൊക്കെ പോയിക്കോട്ടെ എന്ന മട്ടിലാണ് ഈ കപ്പൽ പോകുന്നതെങ്കിൽ ഒരിക്കലും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല. അത് അതിന്റെ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ. അവന്റെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസൃതമായി അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അവന്റേതായ ലോകങ്ങൾ വിട്ടുപിടിക്കുമ്പോൾ മറ്റു പലരെയും വിസ്മരിക്കുകയും പലതിനെയും നശിപ്പിക്കുകയും പലതിനെയും കൈമുതലാക്കുകയും വെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത്
ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥകളെ തന്നെ തകിടം മറിക്കുന്നതായ സാഹചര്യങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കും എന്ന കാര്യം തീർച്ചയാണ്. അതിന് മനുഷ്യനെ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു പുലിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും അത് ആക്രമിക്കൂല. അതിന് വിശക്കുന്ന നേരത്ത് അത് ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു മാനിനെ മാത്രമേ അത് കഴിക്കുകയുള്ളൂ. അല്ലാത്തതിനെയൊക്കെ അത് വെറുതെ വിടുന്നുണ്ട്. അതുകൊണ്ട് കാട്ടിൽ ഒരു കോടതിയുടെ ആവശ്യമില്ല, കാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, ഒരു നിയമവ്യവസ്ഥയുടെയും ആവശ്യമില്ല. നമ്മൾ കഥകളിലൊക്കെ കുറുക്കൻ മന്ത്രിയാണെന്ന് പറയും. പക്ഷെ ലോകത്തുള്ള ഒരു കുറുക്കനും അറിഞ്ഞിട്ടില്ല ആ കുറുക്കൻ മന്ത്രിയായ കാര്യം. ലോകത്തുള്ള ഒരു സിംഹവും അറിഞ്ഞിട്ടില്ല ആ സിംഹം രാജാവായ കാര്യം. അത് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു സിംഹവും രാജാവല്ല, ഒരാനയും വലിയ ജീവിയായി ആധിപത്യം നടത്തുന്നില്ല. ഒരു തരത്തിലുള്ള മൃഗങ്ങൾക്കും ഒരു നിയമവ്യവസ്ഥയുമില്ല. അവർ അവരുടേതായ പരിസരങ്ങളിൽ അങ്ങനെ ജീവിക്കുന്നു. ഏതെങ്കിലും സമയത്ത് അവരങ്ങനെ ചത്തുപോകുന്നു എന്നതല്ലാതെ ഒരു ലക്ഷ്യത്തിന്റെയും പിന്നിൽ അവർ നടക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല. അവൻ ഓരോന്നിനും അവന്റേതായ ചിന്തകളും ആശയങ്ങളും ഒക്കെ കണ്ടെത്തി വൈവിധ്യങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായ നിയമവ്യവസ്ഥകൾ വേണം. അതാണ് ഒരു രാജ്യത്തിന്റെ സിവിൽ നിയമങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ആധുനിക കാലത്ത് മതത്തിന്റെ പ്രസക്തി എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഈ നാട്ടിൽ ഒരാൾക്ക് ഇറങ്ങിയിട്ട് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്കൊക്കെ അവന് തോന്നിയ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റൂല. ഒരാളെ വീട്ടിൽ ചെന്ന് വന്നിട്ട് ഇത് അള്ളാന്റെ ഭൂമിയാണ്, ഇത് എനിക്ക് പറ്റും, ഇവിടെ കറങ്ങാന്ന് പറ്റും എന്ന് പറയാൻ കഴിയൂല. കോടതിയും നിയമവ്യവസ്ഥയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവന്റെ സ്വാതന്ത്ര്യം ഇവിടെയുള്ളൂ. അത് പരിമിതമാണ്. വാള് കൊണ്ടെടുക്ക, കത്തി കൊണ്ടെടുക്ക, തോക്ക് കൊണ്ടെടുക്ക, കാണുന്ന ആളുകളൊക്കെ വെടിവെച്ച് വീഴ്ത്തുക, അതെന്റെ ഇഷ്ടല്ലേ എന്ന് ചോദിക്കാൻ ഒരാൾക്ക് കഴിയൂല. അങ്ങനെ ജീവിച്ചാൽ അവൻ കുറ്റവാളിയായി മാറുകയും ഈ ഭൗതിക ലോകത്ത് അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അവന്റെ ജീവിത ലക്ഷ്യം പുൽകാൻ അവന് നിയമങ്ങൾ ആവശ്യമാണ്. ആ നിയമങ്ങളുടെ ചട്ടക്കൂടിനാണ് മതം എന്ന് പറയുന്നത്. ആ മതങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ചാൽ, എല്ലാ അരികുവശങ്ങളും ചേർന്ന് സമ്പൂർണമായ ജീവിതത്തിന്റെ ഒരു വഴി കാണിച്ചു തരുന്ന വളരെ വിശേഷമായ ഒരു മതം. ഒരാൾ ബുദ്ധിമതിയായ ഒരാൾ പഠിക്കാൻ ഇറങ്ങിയാൽ അയാൾക്ക് ഇസ്ലാം അല്ലാതെ വേറൊരു മതത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. ഇത് പരിശുദ്ധ ഇസ്ലാം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾ അങ്ങനെയാണ്. അത് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. ഒരു മനുഷ്യനും അതിൽ കൈകടത്തിയിട്ടില്ല. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന്റെ സുഗമമായ നടപ്പിന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ ജീവിക്കുമ്പോൾ അവൻ പരിപൂർണ മനുഷ്യനാകുന്നു എന്നതിന്റെ അടയാളമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ ഫാത്തിഹാചാര്യന്മാരും എല്ലാ ചിന്തകന്മാരും എല്ലാ ചരിത്രാന്വേഷണ കുതുകികളും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി സമ്പൂർണനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളിൽ ഒരു കുറവ് നമുക്ക് പറയാൻ കഴിയൂല. ദയയും കരുണയും ആർദ്രതയും സ്നേഹവായ്പും സഹജീവി സ്നേഹവും ചേർത്തുനിൽപ്പും എല്ലാം എല്ലാ ചേരുവകളും ഒത്തുണങ്ങിയ അത്യപൂർവമായ ഒരു പ്രകൃതത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ ഇത്രമേൽ മനോഹരമാക്കിയത് പരിശുദ്ധ ദീൻ എന്ന സുന്ദരമായ നിയമങ്ങളാണ്.
അല്ലാഹു പറയുന്നു ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ട ഒരു മതമാണ്. അതിന്റെ ഓരോ നിയമങ്ങളുടെയും ഉപജ്ഞാതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവൻ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ നിയമവശങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃത നിയമങ്ങളോട് ചേരുന്നത് മാത്രമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ അനുവദിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇസ്ലാമിലും അനുവദിച്ചിട്ടുണ്ടാവുക. ഒരു രാജ്യം വിലക്കിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇസ്ലാമിൽ എന്നോ ഹറാമായിരിക്കും. ഒരാളെ കൊല ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, അയാളെ ഒരു നിലക്ക് ഉപദ്രവിക്കാൻ പാടില്ല, അയാളുടെ എല്ലാ സമ്പത്തും വീടും പണവും അഭിമാനവും ഒക്കെ സുരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഒരു രാഷ്ട്രത്തിന്റെ നിയമം പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാം അത് മുമ്പേ പറഞ്ഞു വെക്കുന്നു. മറ്റൊരാളുടെ സമ്പത്തും അവന്റെ അഭിമാനവും അവന്റെ എല്ലാം, അവന്റെ രക്തം പോലും വേറെ ഒരാൾക്ക് ഹറാമാണ്. ഒരാളും കൈകടത്താൻ പാടില്ല. ഒരാളുടെ പ്രമാദം മുതൽ അവൻ ഉറങ്ങുന്നത് വരെ എങ്ങനെ ഇടപഴകണം, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആശയധാരയാണ് പരിശുദ്ധ ഇസ്ലാം. എങ്ങനെ സമ്പാദിക്കണം, എവിടെ നിന്ന് അധ്വാനിക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ചെലവ് കൊടുക്കണം, എന്തെല്ലാമാണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആ പണത്തിന്റെ വഴികൾ നിർണയിക്കേണ്ടത്, വളരെ കൃത്യമായി പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. എന്തിനേറെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നതിന്റെ മര്യാദകൾ പോലും മനോഹരമായി പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. വാതിലിന്റെ രണ്ടാമൊരു വശങ്ങളോട് ചേർന്ന് നിന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് അനുവാദം ചോദിച്ചിട്ട് അകത്തേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം അതുവരെ ദീൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ വായിൽ നിന്ന് നിങ്ങൾ തുപ്പിക്കഴിഞ്ഞ് മുറ്റത്തേക്ക് തെറിച്ചു പോയത് മണ്ണിട്ട് മൂടിക്കൊണ്ടേ നിങ്ങൾ മടങ്ങാവൂ. പരിശുദ്ധ റസൂൽ ആ തുപ്പിയിരിക്കുന്നതിൽ നിന്ന് ആ വഴിയിലൂടെ പോകുന്ന ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അതിന് നിങ്ങൾ ഉത്തരവാദിയാണെന്ന് പരിശുദ്ധ ഇസ്ലാം. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സകല ഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരു മത നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയുക അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇതിലേക്ക് ഒരു മക്കൾ കടന്നു വരുമ്പോ, ഒരു തലമുറകൾ കടന്നു വരുമ്പോ അവരുടെ ജീവിതം വളരെ മനോഹരമാവുകയാണ്. അവരുടെ വ്യക്തിത്വം വളരെ ക്രിയാത്മകമായി രൂപപ്പെടുത്തപ്പെടുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഒരാളുടെ ആന്തരികമായിരിക്കുന്ന ആത്മാവിന്റെ മനസ്സമാധാനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ ഇസ്ലാമിലൂടെ കടന്നു പോകൽ അനിവാര്യമാണ്. ദുഃഖത്തിന്റെ വില ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, സന്തോഷത്തിന്റെ വിലയും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദുഃഖം, എന്താണ് പ്രയാസം, എന്താണ് വിഷമം, ഇതൊക്കെ വളരെ കൃത്യമായി ഇതിനൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം തരുന്നുണ്ട്. ഒരു വിഷമം വരുമ്പോഴേക്കങ്ങ് തൂങ്ങിച്ചാവലല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം, അതതിന് പരിഹാരമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാം. ഈ അടുത്ത് നമ്മൾ കണ്ടു, ദുനിയാവ് മുഴുവനും കച്ചവടം ചെയ്ത് 4000 രൂപയുടെ ബാധ്യത വന്ന ഒരു മനുഷ്യൻ, അയാള് നേത്രാവതി പുഴയുടെ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അയാളുടെ ഭാര്യ 2 കൊല്ലങ്ങളെ കൊണ്ട് ആ കടം മുഴുവനും വീട്ടുകയും ചെയ്തു. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ, ആ ജീവൻ ബാക്കിയായിരുന്നെങ്കിൽ ഇനിയും അയാൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയേനെ. പക്ഷേ അവിടെ ജീവിതം അവസാനിക്കുമ്പോൾ എല്ലാം അങ്ങ് തീർന്നു എന്ന് കരുതുകയാണ്. എന്നാൽ
ഇസ്ലാമിൽ എവിടെയാണോ ജീവിതം അവസാനിക്കുന്നത് അവിടെ മുതലാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയുന്ന ഒരേയൊരു മതം പരിശുദ്ധ ഇസ്ലാം. ഇവിടെ അനുഭവിക്കുന്ന 4000 രൂപയുടെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ എന്ന അസ്വസ്ഥത അനുഭവിക്കുന്ന മനുഷ്യൻ ഒന്ന് ക്ഷമിച്ചാൽ അല്ലാഹു ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുകയും അവരൊന്ന് കാത്തിരുന്ന് ദുആ ചെയ്താൽ അവർക്ക് യഥേഷ്ടം അല്ലാഹു വാരിക്കോരി കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ദീൻ പറയുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവനൊരു പോംവഴി കാണിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിന്റെ ജീവിതത്തിൽ കാലിന് ഒരു മുള്ള് തറച്ചാൽ പോലും ചെയ്തു പോയ പാപഭാരങ്ങൾക്ക് അല്ലാഹു പുറത്തു തരികയും ആഖിറത്തിന്റെ ലോകത്തിലേക്ക് ദർജ ഉയരുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ നമ്മളുടെ വിഷമങ്ങൾക്ക് പോലും മൂല്യം തരികയാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ ഒരാളെ സങ്കടപ്പെട്ടാലും കൂലിയാണ്, സന്തോഷിച്ചാലും കൂലിയാണ്. വലിയ ആഹ്ലാദഭരിതമായ നിമിഷങ്ങൾ വന്നാൽ അൽഹംദുലില്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ സന്തോഷമാണിത് എന്ന് ഒന്ന് സ്തുതി കീർത്തനം നടത്തിയാൽ അല്ലാഹു അതിൽ വർദ്ധനവ് തരികയും അത് നിലനിർത്തി തരികയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം, റോബിൻ വില്യംസ് എന്ന് പറയുന്ന അമേരിക്കയെ വിറപ്പിച്ച ഒരു നടൻ ഉണ്ടായിരുന്നു. വലിയ നടനാണ്. അയാൾക്ക് ശതകോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. ലോകത്തെ മുഴുവനും ചിരിപ്പിക്കുന്ന ഹാസ്യ നടൻ എന്നാണ് അയാളെ പേര് തന്നെ. ലോകത്തെ മുഴുവനും ചിരിപ്പിച്ച ആളാണ്. ഇയാളോ ജീവിതകാലം മുഴുവനും വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് കഴിയേണ്ടി വന്നു. ലോകത്തെ മുഴുവനും ചിരിപ്പിക്കുന്ന ആൾക്ക് എപ്പോൾ നോക്കിയാലും ടെൻഷനാണ്, വിഷാദ രോഗമാണ്. പണമുണ്ട്, പദവിയുണ്ട്, പ്രൗഢിയുണ്ട്, ദുനിയാവിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ആൾബലമുണ്ട്. എന്നിട്ടും തൃപ്തി എന്ന് പറയുന്ന ഒരു സംഗതിയില്ലാതെ ജീവിതത്തിലുടനീളം വിഷമഘട്ടം അനുഭവിച്ച് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വന്ന ആളാണ് ഈ പറയുന്ന റോബിൻ വില്യംസ് എന്ന് പറയുന്ന. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവിടെ പരിശുദ്ധ ഇസ്ലാം ഈ പണം എങ്ങനെ വിനിയോഗിക്കണം, അത് എങ്ങനെ വിനിയോഗിച്ചാലാണ് കാലാകാലം നിലനിൽക്കുക എന്ന് പറഞ്ഞു തരുന്നു. നിന്റെ അഭിമാനം നിലനിൽക്കണം, എങ്ങനെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ വീടും നിന്റെ മക്കളും നിന്റെ കുടുംബവും എത്രമേൽ നിനക്കത് പ്രിയപ്പെട്ടതാണെന്നും അത് മാത്രമാണ് നിന്റെ വ്യക്തിത്വത്തിന്റെ അടയാളമെന്നും മറ്റുള്ളവരിലേക്ക് നീ ആശ്രയിക്കരുതെന്നും വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു പരിശുദ്ധ ഇസ്ലാം. എല്ലാ സമയത്തും മാതാപിതാക്കളുടെ തണലിൽ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ വലിയ വിജയമെന്ന് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ഇസ്ലാം. ഉമ്മയും വാപ്പയും എത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു മതം പരിശുദ്ധ ഇസ്ലാം. സ്വന്തം മക്കളോട് എങ്ങനെ പെരുമാറണം, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അയൽവാസികൾ എങ്ങനെ പെരുമാറണം, കുടുംബങ്ങൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന ആശയം അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഫലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിന്റെയും മേൽ നിർബന്ധമായ കാര്യമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മതങ്ങളുടെ നിയമങ്ങളെ പഠിക്കുക എന്നത്. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഫുഖഹാക്കളും പറയുന്നു, ഒരു ഉമ്മ 7 വയസ്സിൽ മക്കളോട് നിസ്കാരം കൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
നിബിതങ്ങൾ എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, ആ നബി എത്രമേൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൃത്യമായി പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുക്കണമെന്ന് ലോകത്ത് വന്ന ഉലമാക്കളൊക്കെ പഠിപ്പിക്കുകയാണ്. അതാണ് ഒരു കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, മേ ഐ കം ഇൻ, ഇതൊക്കെ ആവശ്യമാണ്. ഇതിലേറെ ജീവിതത്തിൽ ആദ്യം ഒരു കുട്ടി പഠിച്ചിരിക്കണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ജീവിതത്തെക്കാളും മാതാപിതാക്കളെക്കാളും അവന്റെ എല്ലാ സുഖലോലുപതയുടെ മുഴുവൻ സൗകര്യങ്ങളെക്കാളും അവന്റെ ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളെക്കാളും അവനോട് അടുത്ത് നിൽക്കേണ്ടത്, അടുത്ത് നിർത്തേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഒരു കുട്ടി കുഞ്ഞു ബാല്യത്തിൽ അങ്ങ് പഠിച്ചു മനസ്സിലാക്കണം. എന്തിനാണത്? അപ്പോഴേ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹ്വും വലഇബ് വലദ്ദാറുൽ ആഖിറതു ലഹിയൽ ഹയവാൻ. അല്ലാഹു പറയുന്നു, ഈ ഐഹിക ലോക ജീവിതം അത് കേവലം വിനോദവും കളിയും തമാശയും ചിരിയും ഹാസ്യവും മാത്രമാണ്. എന്നേക്കുമായി നിലനിൽക്കുന്ന ലോകമെന്ന് പറയുന്നത് ആഖിറത്തിന്റെ ലോകമാണ്. ഈ ആഖിറത്തിന്റെ ലോകത്തെ പരിചയപ്പെടണമെങ്കിൽ, ആ ആഖിറത്തിന്റെ ലോകം അതിന്റെ പൂർണ്ണതയിൽ നേടിയ, അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം കടന്നു വന്ന, അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട, അതിനുവേണ്ടി ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും ഒരുക്കപ്പെട്ട അതിന്റെ നായകനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുട്ടിക്ക് പഠിക്കണം. റസൂലുള്ള എങ്ങനെ നടന്നു, നബിതങ്ങൾ എങ്ങനെ ഇരുന്നു, റസൂലുള്ള എങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, നബിതങ്ങൾ എങ്ങനെയാണ് ഉറങ്ങാൻ കിടന്നത്, റസൂലുള്ള എങ്ങനെയാണ് പുഞ്ചിരിച്ചത്, നബിതങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചത്, വുളൂ ചെയ്തത്, നബിതങ്ങൾ എങ്ങനെയാണ് കുളിച്ചത്, നബിതങ്ങൾ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറിയത്, കച്ചവടം ചെയ്തത്, സമൂഹത്തിൽ ഇടപെട്ടത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പേരമക്കളുടെ വല്യപ്പയായത്, നബിതങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ തന്റെ മുന്നിൽ വന്ന അതിഥികളെ സ്വീകരിച്ചത്, ആളുകളുമായി സംസാരിച്ചത്, നാം എങ്ങനെയാണ് ചലിപ്പിച്ചത്, എങ്ങനെയാണ് നോക്കിയത്, കണ്ടത്, കേട്ടത്. ഇത് കൃത്യമായി ഒരാൾ പഠിക്കുമ്പോൾ അവനറിയാം ആഖിറമെന്ന് പറയുന്ന ലോകം ഇതുകൊണ്ട് നേടാം. ആഖിറത്തിന്റെ ലോകം നേടാൻ കഴിയുന്ന ഒരേ ഒരു മാതൃക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ തിരുദൂതരിൽ ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ഉദാത്തമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഈ ഭൗതിക ലോകത്തിന്റെ അടിച്ചുപൊളിയല്ല, ഇതെല്ലാം എനിക്ക് തന്ന, എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവായ തമ്പുരാനെ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിന്റെ ശാശ്വതമായ വിജയം ഒരാൾക്ക് നേടണമെന്ന കൊതിയും ആഗ്രഹവും ഉണ്ടെങ്കിൽ അയാൾ നബിതങ്ങളെ മാതൃകയാക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് മുഴുവനും ലഭിച്ച ആളാണ്. അല്ലാഹുവിനെ നേരിൽ കണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇസ്രാ മിഅ്റാജിലൂടെ ഖാബ ഖൗസൈനി ഔ അദ്ന, അമ്പിന്റെ വില്ല് അമ്പിനോട് അടുത്ത് നിൽക്കുന്നതിനേക്കാൾ അടുത്ത് നിന്ന് അല്ലാഹുവിനെ കണ്ടു മുഹമ്മദ് മുസ്തഫ. അത് ലോകത്തൊന്നും ആരും കണ്ടിട്ടില്ല, ഒരേ ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അത്രമേൽ പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിതങ്ങൾ പറയുന്നു, നബിതങ്ങളുടെ നാവ് കൊണ്ട് ഇതേവരെ നബിതങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല.
അല്ലാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണ്. അതെല്ലാവർക്കും കാണാൻ കഴിയും. ആ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരേ ഒരു സൃഷ്ടാവേ ഈ ലോകത്തിൽ ഉണ്ടാവുകയുള്ളൂ. ലോകത്ത് കടന്നു വന്ന എല്ലാ മതാചാര്യന്മാരും പറയുന്ന കാര്യമാണ്, ശാസ്ത്രം പറയുന്ന കാര്യമാണ്. ഒരു വീടുണ്ടെങ്കിൽ ആ വീട് നിർമ്മിച്ച ഒരാൾ ഉണ്ടാവൽ നിർബന്ധമാണ്. നമ്മുടെ മുമ്പിലുള്ള ഈ മേശയും കസേരയും ഇത് തന്നെത്താൻ അങ്ങോട്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. ഈ ഒരു ദിവസം രാവിലെ നേരം എടുത്തപ്പോൾ ഒരു മദ്രസ, അതിനുള്ളിൽ കുറെ ബെഞ്ചും ഡെസ്കും, ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയൂല. ഇതിന്റെ ഉള്ളിൽ ഒരു സൃഷ്ടാവ് അനിവാര്യമാണ്. ഏതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഓരോന്നും വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടാവ് അനിവാര്യമാണ്. ഈ മനുഷ്യർക്ക് വ്യവഹാരങ്ങൾ നടത്താൻ അല്ലാഹു അതിമനോഹരമായ ജാഡ്ജന്യമായ സൂര്യനെ സൃഷ്ടിച്ചു. എന്നാൽ ആ സൂര്യന്റെ രശ്മികൾ ഈ സൃഷ്ടികൾക്ക് ഉപദ്രവമാകാതെ നിലനിർത്തുകയും ചെയ്തു തമ്പുരാൻ. അത് അല്ലാഹുവിനെ കൊണ്ടേ സാധിക്കുള്ളൂ. ലോകത്തെല്ലായിടത്തും വെളിച്ചം വരക്കണം, അതിന് സൂര്യൻ വേണം. എന്നാൽ ആ സൂര്യന്റെ രശ്മി കൊണ്ട് ഒരാളും ഈ ദുനിയാവിൽ പ്രയാസപ്പെടരുത്. ക്ഷീണിക്കുന്ന ഒരു മനുഷ്യന് മനോഹരമായി ഉറങ്ങാനുള്ള രാത്രിയെ സൃഷ്ടാവ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. ഒരു ദിവസം 2 പകലുണ്ടാകില്ല, ഒരു ദിവസം 2 രാത്രിയും ഉണ്ടാകില്ല. അങ്ങനെ അതിവൈദികത്തോടുകൂടി മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയൽ അനിവാര്യമാണ്. അല്ലാതെ ഇത് തന്നെത്താനെ ഉണ്ടായി എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഈ പ്രപഞ്ചം അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയൂല. ഏതുപോലെ നമ്മുടെ വാപ്പയുടെ വാപ്പാനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് വല്ലിപ്പ. വല്ലിപ്പയുടെ വാപ്പയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും നമ്മളൊക്കെ ജനിച്ചപ്പോഴേക്ക് അവര് മരിച്ചു പോയിരുന്നു. അപ്പൊ എന്താ നമുക്ക് പറയാം? പള്ളിക്കാട്ടിൽ ചെന്നാൽ ഖബർ കാണാം, അതിന്റെ വല്ലിപ്പായുടെ വാപ്പാന്റെ ഖബറാണ്. ആ വല്ലിപ്പായുടെ വാപ്പ അയാളെ ഏതായാലും കണ്ടിട്ടുണ്ടാവില്ല, ഖബറും ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഞാനിവിടെ വേണമെങ്കിൽ എനിക്കൊരു വാപ്പ നിർബന്ധമാണ്, ആ വാപ്പാക്കൊരു വാപ്പ വേണം. അങ്ങനെ സൃഷ്ടാവായ തമ്പുരാൻ പടച്ച ആദം നബിയിലേക്ക് എത്തുന്ന ഒരു കണ്ണി മുറിയാതെ ഒരാളുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇത് വളരെ കൃത്യമായി ലോകം അംഗീകരിച്ച ഒരു തത്വമാണ്. അത് വളരെ മനോഹരമായി പറഞ്ഞു തന്ന പരിശുദ്ധ മതം ഇസ്ലാം. അല്ലാഹു പറയുന്നു, വമൻ യബ്തഗി ഖൈറൽ ഇസ്ലാം, ഇസ്ലാമല്ലാത്ത ഏത് മാർഗത്തെ ഒരാൾ തേടിപ്പോയാലും ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കോടിക്കണക്കിന് രൂപ കൊടുത്ത് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് കണ്ണുനീര് തുടച്ചു, എത്രയോ മനുഷ്യർക്ക് ആശ്വാസമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അയാൾ വിജയിക്കൂല. എന്താ കാരണം? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് അല്ലാഹു അതിൽ വിശ്വസിക്കാനാണ്. അല്ലാഹു പറയുന്നു, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു, ആരാലും അറിയാതെ പോയ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിച്ചത്. ഈ മരുലതാദികളെ പടച്ചത്, മലയോരങ്ങളെ പടച്ചത്, ഈ പ്രപഞ്ചത്തിലെ ഓരോ മൺതരികളെയും സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലുള്ള ഓരോ തരിയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് വണങ്ങുന്നുണ്ടെന്ന് പരിശുദ്ധ
ഖുർആൻ വലാകിൻ ലാ തഫഖഹൂന തസ്ബീഹഹും. ആ തസ്ബീഹ് നിങ്ങൾക്ക് തിരിയാനിട്ടാണ്. ഇവിടുത്തെ ഇലകൾ, വൃക്ഷങ്ങൾ, ഓരോ മനുഷ്യരെയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ സൃഷ്ടാവ് അല്ലാഹ്, റബ്ബുൽ ആലമീൻ. റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്, റബ്ബുൽ നാസ് എന്നല്ല, റബ്ബുൽ ആലമീൻ, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹു അറിയാതെ ഒരു ഇല പോലും ഈ ദുനിയാവിൽ വീഴുന്നില്ല. വാപ്പന്മാരോട് പറയും, ഈ വീട്ടിലൊരു ഇല വീടാണെങ്കിൽ ഞാൻ അറിയണമെന്ന് പറയും. ഉമ്മ അറിയോ വീട്ടിൽ ഇല വീഴുന്നതായി? ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇല പൊഴിഞ്ഞാലും അത് അറിയുന്നത് ഇലാഹായ തമ്പുരാൻ മാത്രമാണ്. അത് സൃഷ്ടാവിനാണ് സൃഷ്ടിയെ കുറിച്ചറിയാം. ഒരു സൃഷ്ടിപ്പിന്റെ എല്ലാതും അറിയുന്നത് അതുണ്ടാക്കിയ എഞ്ചിനീയർക്കാണ്, അതിന്റെ ആർക്കിടെക്ചർക്കാണ്, അത് രൂപകൽപ്പന ചെയ്ത ആളുകൾക്കാണ്. ആ സൃഷ്ടാവാണ് സൃഷ്ടിയോട് പറയുന്നത്. ഏതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു AC ഫിറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോ അത് ഉണ്ടാക്കിയ കമ്പനി ഒരു സ്ലിപ്പ് തരും. ഇന്ന രൂപത്തിനെ തങ്ങൾ ഉപയോഗിച്ചാൽ ഒരു കൊല്ലത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും ഞാൻ നോക്കുക. അല്ലാതെ ഇടക്കിടക്കൊന്ന് പൊട്ടുമോ എന്നറിയാൻ നിലത്തിട്ട് നോക്കിയാൽ പൊട്ടിപ്പോയാൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അതെന്തുകൊണ്ടാ? ഇത് നിലത്ത് വീണാൽ പൊട്ടുമെന്നും ഇത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം മോശമാകുമെന്നും ഇന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത്രാമത്തെ സമയത്തിൽ ഇത് സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന തകരാറുകൾ ഇതിന് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി അതിന്റെ നിർമ്മാതാവിന് പറയാൻ പറ്റും. ഒരു വണ്ടിയുടെ നിർമ്മാതാവിന് പറയാൻ പറ്റും. ഒരാശാരിക്ക് പറയാൻ പറ്റും, ഇന്നാലിന്റെ രൂപത്തിൽ പണിത് വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ചെലവഴിക്കും. ഒരു രോഗിക്ക് പറയാൻ പറ്റും, ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റും, ഈ പറഞ്ഞ മരുന്ന് അതിന്റെ പഥ്യത്തോടു കൂടി കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വരേണ്ടി വരും. അതേപോലെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് അതിൻ്റെതായ വിവരമുള്ള ആളുകൾക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പടച്ചു തന്നിരിക്കുന്ന വിശുദ്ധമായ ദീനെന്ന ആ മത നിയമങ്ങളുടെ പിന്നാലെ നിങ്ങൾ കടന്നു പോയിട്ടില്ല എങ്കിൽ അഷ്ഖാ, അവൻ ഏറ്റവും വലിയ പരാജയമായി തീരുകയും അവൻ എന്നേക്കുമായി നശിക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവന് നാശമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ കലാം. അതെന്തുകൊണ്ടാണ്? ഈ വസ്തുക്കൾ നശിക്കും, വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് നശിക്കുമെന്നത് ഉണ്ടാക്കിയാണ് പറഞ്ഞെങ്കിൽ ഈ ലോകം പഠിച്ച ആള് പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഒരു നാശമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്നത് പോലെ എന്നെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ആ പറഞ്ഞതനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവർ തന്നെയാകുന്നു രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവർ. എന്നും അവർക്ക് സമാധാനം ഉണ്ടാകും, എല്ലാ സമയത്തും അവർക്ക് ആശ്വാസപൂർവമായ ജീവിതം നയിക്കാൻ കഴിയും. ആ ഒരു സൃഷ്ടിപ്പിന്റെ മനോഹരമായ വശങ്ങൾ അറിയുന്ന പടച്ച റബ്ബാണ് പറയുന്നത്, നീ നിന്റെ കണ്ണുകൊണ്ട് ഇന്നാലിന്നലെ നോക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ അത് നിന്നെയും ഈ സമൂഹത്തെയും ഈ സമൂഹത്തിന്റെ സകല ഘടനകളെയും തകർത്ത് കളയുന്ന വ്യഭിചാരത്തിലേക്ക് വഴി നടത്തുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണുള്ള കണ്ണ് നോക്കേണ്ട ഇടങ്ങളിലേ നോക്കാവൂ എന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിലോ അനാവശ്യമായ നോട്ടങ്ങളിലേക്ക് പോയാൽ അത് വ്യഭിചാരത്തിലേക്ക് എത്തും. വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ സ്ട്രക്ചർ തന്നെ തകർത്ത് കളയും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു മേൽവിലാസം വേണം. ഇന്ന വാപ്പയുടെ മകനാണ്
മകനാണെന്ന് പറയാൻ കഴിയണം, ഇന്ന ഉമ്മയുടെ മകനാണെന്ന് പറയാൻ കഴിയണം. ഇന്ന് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒട്ടുമിക്ക 90% വരുന്ന ആളുകൾക്കും അവരുടെ വാപ്പ ആരാണെന്നറിയില്ല. എന്താ കാരണം? വഴിവിട്ട ജീവിതത്തിലൂടെ പിറന്ന മക്കളാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിശുദ്ധ മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ലിബറൽ വാദഗതികളിലൂടെ പോകുന്ന നമ്മളുടെ ആധുനിക ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ വളരുന്ന തട്ടവും പർദ്ദയും ഒക്കെ ഒരു കാലത്ത് ധരിച്ചിരുന്ന ആധുനികതയുടെ ഫാഷന്റെ പിന്നാലെ പോകുന്ന നമ്മളുടെ മക്കൾ, അവർ ഈ ചിന്തകളിലേക്ക് കയറ്റി വെക്കുന്ന ഈ വിഷയങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ അവർ തകർത്ത് കളയാണ്. അപ്പൊ അവർ ചോദിക്കാണ്, എന്താണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? അത് 1, 2, 3, 4, 5 കൊല്ലത്തേക്ക് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ അതിവിദൂര ഭാവിയിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അവരും അനുഭവിക്കണം, അവരെ കുടുംബവും അനുഭവിക്കണം, അവരെ സമൂഹവും അവരനുഭവിക്കണം. അതാണ് ഇന്ന് അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങൾ ഒരു കാലത്ത് വഴിവിട്ടുപോയ ജീവിതം കൊണ്ട് ഇന്ന് അവര് കാണിച്ചു തരുന്നത്. അവർ ഇന്ന് ഓരോ ചുവരുകളിലും എഴുതി വെക്കുന്നത്, we want our values, we should return to our religion. നമ്മളുടെ ആ ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് വേണം. നമ്മൾ ആ പഴയ മതങ്ങളുടെ നിയമങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അവർ വാദിക്കണം. എന്താ കാരണം? പ്രപഞ്ചത്തിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ആണ് പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ആണ് പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പാടുള്ളൂ. അത് മനോഹരമായ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് 1, 2 കൊല്ലത്തേക്കല്ല. ഈ ദുനിയാവുള്ളിടത്തോളം കാലം, ജീവനുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വ്യവസ്ഥയായിരിക്കണം. അതാണ് പരിശുദ്ധ ദീൻ പറയുന്ന നിക്കാഹ്. ആ നിക്കാഹിന്റെ വാചകം നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോ പറയുന്ന എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൽപ്പിച്ചതുപോലെ, ഏതുപോലെ? ഇംസാകിൻ ബിമഅറൂഫ്. ഒരു വാപ്പ തന്റെ ഉള്ളംകൈയിലേക്ക് മരുമകന്റെ കൈയിന്റെ ഉള്ളംകൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ, ഞാൻ ഇത്രകാലം എന്റെ ജീവിതത്തിന്റെ സ്പന്ദനമായി കൊണ്ടു നടന്ന എന്റെ മകളെ ഈ കൈവെള്ളയിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു തരികയാണ്. ഏതുകൊണ്ട്? ഇംസാകും ബിമഅറൂഫ്, നന്മയോടെ നീ നോക്കിക്കൊള്ളാം എന്ന വാക്കുണ്ട്. അത് ജീവൻ ഉള്ളിടത്തോളം കാലം ആ നോട്ടം വേണം. ഇനി പറ്റില്ലേ, അതിലേറെ നന്മയോടുകൂടിയായിരിക്കണം നീ മടക്കി തരേണ്ടത്. അപ്പോ ത്വലാഖാവേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അവളുടെ അഭിമാനത്തിന് ഒരു ക്ഷതം വരുത്താതെ, അവൾക്ക് ഒരു പ്രയാസവും വരുത്താതെ, ഒരു ശാരീരികമായ ഉപദ്രവവും ഏൽപ്പിക്കാതെ, ഇനി വേറെ ഒരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ യോഗ്യമായ രീതിയിലേ തിരിച്ചു തരാമൂ എന്ന് പറഞ്ഞിട്ടുകൂടിയാണ് ഈ കൈവെള്ളയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാതെ 10 കൊല്ലം ഒരാളൊപ്പം, പിന്നെ 2 കൊല്ലം ഒരാളൊപ്പം, പിന്നെ 3 കൊല്ലം ഒരാളൊപ്പം. ഇപ്പൊ ലിവിങ് ടുഗദർ, രണ്ടാളും തുല്യമായി ജീവിക്കാം. എന്നിട്ട് പുതിയ ആശയം എന്താ? ഫെമിനിസങ്ങളുടെ ചിന്താഗതികൾ പറയാ, പെണ്ണ് അധ്വാനിക്കണം, അവളെ കാലിൽ നിൽക്കണം. നിന്നോട്ടെ, എന്താ തടസ്സം? എന്താ ഇതുകൊണ്ടുള്ള തകരാറ്? ഒരു വീട്ടിൽ ഒരു മാസം 30,000 രൂപ ചെലവുണ്ടെങ്കിൽ 15,000 രൂപ പെണ്ണ് എടുക്കണം എന്നാണ് ഈ പറയുന്നത്. അൽഹംദുലില്ലാ, വളരെ സൗകര്യം. നമുക്ക് അത്രയും പറഞ്ഞ് ജോലി ചെയ്താൽ പോലെ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖ. പക്ഷെ പരിശുദ്ധ ദീന് പറയുന്നത്, പെണ്ണിനെ കൊണ്ട് നീ ജോലി പണി എടുപ്പിക്കരുത്, അവളെ എല്ലാം നീ കൊടുക്കണം. ഫിഖിൽ പറയുന്നു, പല്ലിൽ കുത്താനുള്ള പല്ലുകുത്തി വരെ വാങ്ങിക്കൊടുക്കണം. അവള് ഏതെങ്കിലും തെങ്ങുമെന്ന് പട്ടയമെന്ന് ചീന്തി എടുത്ത് കുത്തല്ല, അതുപോലെ നീ വാങ്ങിക്കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി. എല്ലാ ദിവസവും എണ്ണ കുടിക്കാൻ എണ്ണല്ലേ വാങ്ങിക്കൊടുക്കണം. ഇതിന് പറ്റുമെങ്കിൽ മാത്രം നീ വിവാഹം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നോമ്പെടുത്ത് നടക്കുന്നതാണ്
ജീവിതകാലം മുഴുവൻ നോമ്പ്. അള്ളാഹു വളരെ കൃത്യമായ ഒരു ഉത്തരവാദിത്വ ബോധത്തിലൂടെയാണ്. അല്ലാതെ ദുനിയാവിൽ കാണുന്ന ആരുടെയും കൂടെ ജീവിക്കാം, ഒരു ഘട്ടം കഴിയും അങ്ങ് പോകാം. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ന് അമേരിക്കയിൽ ഒട്ടുമിക്ക വയസ്സെത്തിയ പ്രായമായ സ്ത്രീകളും അവർക്ക് തുണ പട്ടിക്കുഞ്ഞ് മാത്രമാണ്. പെറ്റ്സ്, പട്ടിക്കുട്ടികളാണ്. വേറെ ആരും കണക്കില്ല. മക്കള് അവര് നോക്കിയില്ല. അപ്പൊ മക്കൾ വഴിപ്പോയി. ഭർത്താവോ ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് കെട്ടിയതാണ്. സൗന്ദര്യത്തിന് കുറവ് വന്നപ്പോ അതിനെന്ത് ചെയ്തു? ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. പിന്നെ ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കണക്ക് പോകുന്നവരാ? ഈ പട്ടിയാണ്. ആ പട്ടിനെ പിടിച്ച് മാർക്കറ്റിൽ പോകും. വീട്ടിൽ ആരാണ് കൂട്ടിലുള്ളതും? അതും ഈ പട്ടിയാണ്. ഇസ്ലാം പറയുന്നു മുസ്ലിമായ സ്ത്രീയോട്, നീ കുട്ടിയാകുമ്പോ നിന്റെ രക്ഷിതാവിന്റെ കീഴിൽ അന്തസ്സായി നീ വളരണം. ബാപ്പയോട് പറയുന്നു, പെൺമക്കളുണ്ടെങ്കിൽ 1 രൂപയുടെ ചെലവിന്റെ കണക്ക് പോലും അവളെ അറിയിക്കാതെ നീ വളർത്തണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര രൂപന്റെ സാധനമാണ് വാങ്ങിത്തന്നത് നിങ്ങൾക്ക് ഓർമ്മണ്ടോന്ന് പെൺകുട്ടിയോട് പറയരുതെന്നാണ് പരിശുദ്ധ ഇസ്ലാം. ആൺകുട്ടിയോട് പറയണം, പെണ്ണിനോട് കണക്കൊരിക്കലും പറയരുതെന്നാണ്. അങ്ങനെ നോക്കണം ഒരു പെണ്ണിനെ, ഒരു വാപ്പ നോക്കണം എന്നാണ് പരിശുദ്ധതയും പറയുന്നത്. അവളൊരു മനോഹരമായ യുവതി കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ഭർത്താവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവനവളെ പൊന്നുപോലെ പരിപാലിക്കണം. മക്കൾ ഉണ്ടാകുന്ന ഘട്ടം വരുമ്പോൾ ആ മക്കൾ ഉമ്മയെ പൊന്നുപോലെ നോക്കണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. ഉമ്മ 40 വയസ്സായി മക്കൾ തന്നെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ദൂരേക്ക് ജോലിക്ക് പോലും പോകാൻ പാടില്ല. അടുത്തെവിടെങ്കിലും ജോലി നോക്കണം, അല്ലാതെ തീരെ പോകാതിരിക്കാൻ പാടില്ല. പിന്നെ രണ്ടാളും കാറ്റുകൊണ്ട് വയറ് നടക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി ഒരു സ്ട്രക്ചർ, ജീവിതത്തിന്റെ മാർഗരേഖ പറഞ്ഞു തരികയാണ്. ഇതിനെല്ലാം വിഘാതം നിൽക്കുന്ന ആശയങ്ങളാണ് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതാണ്. ഈ പെരുമ്പാവൂർ അങ്ങാടിയിലാണ് ലിബറൽ ചിന്താഗതികൾ തലക്ക് പിടിച്ച ഒരാൾ വന്ന് പ്രസംഗിച്ചത്. മാതാപിതാക്കൾ പ്ലാസ്റ്റിക് കവറിന്റെ വില അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് ആലോചിക്കണം. നമ്മൾ സ്വന്തം പെറ്റ ഉമ്മാക്കും വാപ്പാക്കും പ്ലാസ്റ്റിക് കവറിന്റെ വില, നമ്മൾ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കവർ വലിച്ചെറിയും. ഒരു ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് വരാൻ വേണ്ടി നമ്മളെ ചുമന്ന ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമാണ് ഇമ്മയും വാപ്പയും. എന്തിനാണ് അവരോട് പ്രതിബദ്ധത? അവര് പറയുന്നത് കേൾക്കുക, അവരോട് സ്നേഹം, ഇതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. എന്നാൽ പരിശുദ്ധതയും പറയുന്നു, നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. ആ മാതാപിതാക്കൾക്ക് തൃപ്തിയുള്ള ഒരു കല്യാണമാണെങ്കിലേ അല്ലാഹുവിന് തൃപ്തിയുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം. വാപ്പാക്കും ഉമ്മാക്കും തൃപ്തിയുള്ള ജീവിതത്തിലെ അല്ലാഹുവിന്റെ തൃപ്തിയുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം. അതാണ് ലോകത്ത് നന്മയുണ്ടാക്കുക. ഇതാണ് മതപരമായിട്ടുള്ള മനോഹരമായ ജീവിതം എന്ന് പറയുന്നത്. ഈ മതവിദ്യയാവണം, ഇതാവണം ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യമായി ഇറങ്ങിച്ചെല്ലേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമ പഠിക്കുന്ന മാർഗ്ഗത്തിലേക്ക് അങ്ങെത്തിയാൽ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവൻ ചെയ്യുന്നതെല്ലാം 100% മനോഹരമായിരിക്കും. അല്ലാഹുവിന് പൊരുത്തമുള്ള വഴിയിലേ അവനങ്ങ് ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർഗീയ ലോകത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന്
പറഞ്ഞു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക, അത് ആഴത്തിലേക്ക് ഇറക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. ഇന്ന് കാണുന്ന എല്ലാ പ്രയാസഭാരങ്ങളിൽ നിന്ന് നമ്മളുടെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ കള്ളിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, ലഹരിയിൽ നിന്ന് അതിലേക്ക് പോകുന്ന അനാവശ്യമായിരിക്കുന്ന ഈ ചിന്താധാരകളിൽ നിന്നൊക്കെ നമ്മളുടെ മക്കൾ രക്ഷപ്പെട്ട് ഉദാത്തമായ ജീവിതത്തിന്റെ സംസ്കാരമുള്ള വഴികളിലേക്ക് അവർ കടന്നു വരണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരറിയണം ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് വഴിപ്പെട്ട് ജീവിച്ചാലല്ലാതെ ഈ ലോകത്തൊരു വിജയമില്ല എന്ന് മക്കൾ തിരിച്ചറിയണം. എത്ര തന്നെ ദുനിയാവിൽ എക്സാം എഴുതിയാലും, എഞ്ചിനീയർ ആയാലും, ഏത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് കടന്നു പോയാലും ആത്യന്തികമായ വിജയ പരാജയം എന്ന് പറയുന്നത് ആഖിറത്തിലാണ്. ഇവിടുത്തെ സമ്പത്തല്ല, ഇവിടുത്തെ സ്ഥാനമല്ല, ഇവിടെ ഒരുപാട് നേടലല്ല. 5 വഖത്ത് നിസ്കാരം ഇതിന്റെ കൂടെ ഞാൻ നിർവഹിക്കണം, ഇല്ലെങ്കിൽ എന്റെ പരലോകം മോശമാണെന്നുള്ള ഒരു ചിന്ത ഒരു കുട്ടിയുടെ ഉള്ളിൽ വരണം. അവരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യം അത് പരിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അത് ഞാൻ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. എന്റെ ജീവിതത്തിലെ മുഴുവൻ സൗഭാഗ്യങ്ങളും തന്ന റബ്ബിനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേട് നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് ഒരു കുട്ടിക്കൊരു തിരിച്ചറിവുണ്ടാവണം. അവനെ ആത്മാർത്ഥമായ റബ്ബിനോട് ദുആ ചെയ്യണം. ഒരു എക്സാം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു വിഷയത്തിൽ അങ്ങ് തോറ്റുപോകുമ്പോ അതോടുകൂടി ജീവിതം അങ്ങ് അവസാനിക്കുകയല്ല. ഇതെന്റെ ജീവിതത്തിലുള്ള ഒരു പരീക്ഷണമാണ്. ഇപ്പൊ ഞാനൊന്ന് ക്ഷമിച്ച് റബ്ബിനോടൊന്ന് തവക്കുൽ ചെയ്ത് ദുആ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതിലും വലിയ വിജയങ്ങൾ ഒരുപക്ഷെ അല്ലാഹു എനിക്ക് തരുമെന്നൊന്ന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ദീനുണ്ടാകണം. നമ്മൾ കണ്ടു ഒരു ചെറുപ്പക്കാരനായ സഹപാഠിയായ ഒരു കുട്ടിയെ എല്ലാവരും ചേർന്ന് കൂട്ടുകാരെ കെട്ടിയിട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ജോമെട്രി ബോക്സിലെ കോമ്പസ് എടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറക്കി എല്ലാവരും കൂടി അവിടെ നിന്ന് പിച്ച് ചോര തെറിപ്പിച്ച് അവന്റെ ശരീരത്തിൽ അസിഡിറ്റിയുടെ ലോഷൻ ഒഴിച്ചുകൊണ്ട് 6 അടി മണ്ണെന്ന ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ പറഞ്ഞയച്ച 6 വരുന്ന കൊലയാളികളായ സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടുവെങ്കിൽ അവരെന്തുകൊണ്ട് അറിയുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ചിന്തയിൽ ഇതൊരു തെറ്റാണെന്ന് അവർ അറിയുന്നില്ല? ഇതെന്റെ സഹപാഠിയാണ്, എന്നെ പോലെ ജീവനുള്ളവനാണ്, എന്നെ പോലെ മാതാപിതാക്കളുള്ള ആളുടെ മകനാണ്. എത്ര തന്നെ ഗുരുത്തക്കേട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഒത്തുതീർപ്പാക്കി ഞങ്ങൾ പോകണം. ഇവനെ കൊന്നു കഴിഞ്ഞാൽ, ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിന്റെ ലോകത്ത് നിന്ന് പടച്ച റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ഒരു വിചാരബോധം അവന്റെ ഉള്ളിൽ ഇല്ലാതെയായി പോയത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം അവരിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ കൊന്ന ആളുകൾ ആരാ? മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്താണ് ഈ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദുനിയാവിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിയെ പരിചരിക്കാൻ, ആ രോഗിയെ പരിചരിക്കുന്ന ആളുടെ ഉള്ളിൽ ഒരു കൊലപാതകിയുടെ മനസ്സാണെങ്കിൽ അയാൾ വെക്കുന്ന സിറിഞ്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ചെയ്യുന്ന ഓപ്പറേഷന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ഒരു ഹൃദയ ശസ്ത്രക്രിയ മാറ്റിവെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ ദയയും കരുണയും വാത്സല്യവും സ്നേഹവും ഉണ്ടാക്കുന്നത് മതം മാത്രമാണ്, വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. സ്വന്തം ഉമ്മയുടെ തണലിൽ വളർന്ന ഒരാൾക്ക് എന്താണ് സ്നേഹം എന്ന് അറിയാൻ കഴിയുകയുള്ളൂ.
അതാണ് നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, അതാണ് നമ്മൾ ഭർത്താവിന് കൊടുക്കുന്നത്. അത് ഉമ്മ പകർന്നു തന്നതാണ്. അതിന് ഉമ്മാന്റെ കീഴിൽ ജീവിക്കണം, അല്ലാത്തവർക്ക് അത് കൊടുക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇതൊരു കുട്ടിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല എങ്കിൽ അവൻ ചെറുപ്പത്തിലേ കേൾക്കുന്നത് മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതില്ല. ഇത് കേട്ടാൽ അവൻ ആദ്യം മനസ്സിൽ കരുതുന്നത് എന്താ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്റെ ഉമ്മീമാക്കയാണ്. എന്നെ ഒന്നിനും സമ്മതിക്കില്ല, ഒരു സ്ഥലത്തേക്കും വിടയില്ല, എന്തൊരു സാധനങ്ങളാണല്ലോ. അപ്പൊ ഇവരങ്ങ് തട്ടിയേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, ഉമ്മമാരെ, ഒരു വീടിന്റെ ഉള്ളിൽ ഉൾമുറിയിൽ ഇരുന്ന് മാത്രം കഴിയുന്ന ഒരു മകളുടെ വൈകൃത സ്വഭാവം, നല്ല സ്നേഹ അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ SSLC വരെ ഒരു കുഴപ്പമില്ല. +1 +2 ഒക്കെ പഠിക്കാൻ പോയതിന് ശേഷം ഒരകൽച്ച, ഒന്നും പറയാതെയായി, മിണ്ടാതെയായി, നേരെ മുറിയിലെ. അങ്ങനെ അവള് ഇല്ലാത്ത ഒരു സമയത്ത് അവളുടെ കമ്പ്യൂട്ടർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോ അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തേക്കുന്ന സംഗതി എന്താ? ഹൗ ടു കിൽ മൈ പാരന്റ്സ് വിത്തൗട്ട് നോയിങ് ദം. എന്റെ മാതാപിതാക്കളെ അവരറിയാതെ കൊല്ലാൻ എന്താണ് മാർഗം? സുബ്ഹാനല്ലാഹ്. ലോകത്ത് ഒരാളും അറിയാതെ കൊല്ലാൻ എന്താണ് മാർഗം? അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സിനിമകളുണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതായ ഒരുപാട് സംഗതികൾ പലരും ചെയ്തു വെച്ചതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആത്യന്തികമായി മതബോധം എന്ന് പറയുന്ന ഒരു സംഗതി അവന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ വലിയ നാശങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഒരു കാലത്ത് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ലോക സംഗീതജ്ഞനായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഒരു ഒറ്റ സ്റ്റേജിൽ അയാൾ വാങ്ങിച്ചിരുന്നത്. പണവും പ്രൗഢിയും പത്രാസും എല്ലാം ഉണ്ടായിട്ടും മാരകമായ വിധത്തിലുള്ള ലഹരി മരുന്നിന് അടിമപ്പെട്ട്, വിഷാദ രോഗത്തിന് അടിമപ്പെട്ട്, എത്ര കിട്ടിയിട്ടും നേടാൻ കഴിയാത്ത വല്ലാത്ത ഒരു നിരാശയിൽ അയാൾ അതികഠിനമാവിധം ശരീരത്തിന്റെ തൊലിമാറ്റങ്ങൾ വരുത്തി സർജറികൾ ചെയ്തു. 3 മാസം ഒരു പോള കണ്ണടക്കാൻ അയാളെ കൊണ്ട് പറ്റാത്ത അവസ്ഥ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം. 3 മാസം ഒരു പോള കണ്ണടച്ച് ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അതികഠിനമായ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് അയാൾ നട്ടല് നിവർത്തി നിന്നിരുന്നത്. അവസാനം ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്ത ഓരോരുത്തരുടെയും ജീവിതം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് എന്താണ് ഈ ദുനിയാവിൽ നേടാൻ കഴിഞ്ഞത്? ഒന്നുമില്ല, ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ദുനിയാവിൽ നിസ്കരിച്ചതിന്റെ കൂലി പോയി, ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി. അനേകായിരം കോടിക്കണക്കിന് കൊല്ലങ്ങൾ ജീവിക്കാൻ പോകുന്ന ആഖിറത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നരകത്തിലേക്ക് കത്തിക്കേണ്ട വറകുകളായി തീരുന്ന ജന്മങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഉമ്മമാരെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നരകത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എത്താതെ ഇരിക്കാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനങ്ങ് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിന്റെ വക്കിലങ്ങ് ചാടാൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. അവൻ കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി കാണിച്ചു തന്നു. അതിൽ ജീവിച്ചത് കൊണ്ട് എത്ര മനോഹരമായ ജീവിതം നയിച്ച് സുന്ദരമായി മരിക്കാൻ കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ലോകത്തിലെ നെടുനായകത്വം വഹിക്കുന്ന അത്ഭുതകരമായ വ്യക്തിത്വമായി മാറിയത് പരിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും കൊണ്ടാണ്. ആ ഉമർ തങ്ങൾ രാത്രിക്ക് രാത്രി ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലടിച്ച് എന്താണ് പറയാൻ നന്നാവാത്തത് എന്ന് ചോദിച്ച് അത്രമേൽ ഭയന്ന ഉമർ
വിരല് വെട്ടിയെടുത്തിട്ട് അത് തൂക്കി നടന്നിരുന്ന ഉമറാണ്. ഒരു കാലത്ത് വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കിയത് നല്ല മുമ്പിൽ കൂടി പോയ ഒരാൾക്ക് ഒരു വെട്ടുകൊടുക്കും. എന്താ നോക്കണമെന്ന് വെച്ചിട്ടൊന്ന് പേടിപ്പിച്ച് വരട്ടു കൊടുക്കും. ഇതായിരുന്നു ഉമർ. ആ ഉമർ തങ്ങളാണ് ഒരു ദിവസം രാത്രി ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവന്ന ഒട്ടകക്കൂട്ടങ്ങളിൽ നിന്ന് ഒന്ന് കൂട്ടം തെറ്റി ഓടിയപ്പോ ഇസ്ലാമിന്റെ ഖലീഫ ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടാണ്. രാത്രിക്ക് രാത്രി പടപടാന്ന് സൗണ്ട് കേട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോ ഉമർ തങ്ങൾ ഓടാണ് ഒരു ഒട്ടകത്തിന്റെ പിന്നാലെ. അത് ഏറിയ എവിടെയെങ്കിലും പോയി നിൽക്കും, അതിനെ വിളിച്ചു കൊണ്ടുവന്നാൽ മതി, പക്ഷെ ഓടാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഉമറേ ഞാൻ പോയാ പോരെ, ഞാൻ പോയി കൊണ്ടുവരാം. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി, ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നാളെ പരലോകത്ത് എന്നോട് അല്ലാഹ് ചോദിക്കാൻ പോകുന്ന എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾ പോയി കൊണ്ടുപോകും. അതായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ലോകത്ത് നീതി നടപ്പാക്കിയ ഭരണാധികാരി, ലോകം അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരി. മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഇന്ത്യ ഒരാള് ഭരിക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഖലീഫ ഉമറിനെ പോലെ ഭരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ആ ഖലീഫ ഉമറിന്റെ ജീവിതം പോലും അത്ഭുതപ്പെടുത്തിയിട്ടാണ് ആ മനുഷ്യൻ ഇന്ത്യയിലെ ഓരോ മുക്കുമൂലയിലുള്ള ആളുകളും വസ്ത്രം ധരിക്കാതെ പൂർണ്ണ വസ്ത്രം ഞാൻ ധരിക്കില്ല എന്ന് പറഞ്ഞ് അർദ്ധനഗ്നനായി നടന്ന സാക്ഷാൽ മഹാത്മാഗാന്ധി. അത് അറബി ചോദിച്ചു, ഇന്ത്യൻ റുപ്പിയിലെ മഹാത്മാഗാന്ധിജിനെ കണ്ടിട്ട്, ദിസ് ഈസ് അവർ ഫാദർ ഓഫ് നാഷൻ, ഇത് ഞങ്ങളുടെ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞപ്പോ ഈ രാഷ്ട്രപിതാവ് എന്താ ഈ ഡ്രസ് എടുത്തത്? സാധാരണ എല്ലാ രാഷ്ട്രത്തിന്റെ പിതാക്കളും നല്ല കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചിട്ടാണ്. മഹാത്മാഗാന്ധിജിന്റെ ഈ രൂപം കണ്ടപ്പോ മലയാളി പറഞ്ഞു, അത് ഉംറയ്ക്ക് ഇപ്പോഴത്തെ ഫോട്ടോയാണ്, ഇഹ്റാം ചെയ്ത ഫോട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ അർദ്ധനഗ്നനായി നടക്കാൻ കാരണം ഖലീഫ ഉമറിന്റെ ആ മനോഹരമായ ജീവിതം. അത് പഠിച്ചതാണ്, ലോകത്തെ അത്ഭുതപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാം കൊണ്ട്. മഹാരഥന്മാരായ ഒരുപാട് സഹാബാക്കളുടെ ചരിതം പറഞ്ഞു തരുന്നതാണ്. എത്രമേൽ മനോഹരമായ ജീവിതം അവര് നേടിയെടുത്തു. ദുനിയാവും നേടി, ആഖിറവും അവർക്ക് നേടാൻ കഴിഞ്ഞു. സാക്ഷാൽ അബൂജഹൽ എന്ന ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് ഒരു ഫിർഔൻ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ അബൂജഹലാണ്. നബിയുനാ റസൂലുള്ളാഹി ആ അബൂജഹലിന് ഒരു മകൻ ഉണ്ടായിരുന്നു, ഇക്രിമ. റസൂലുള്ളാഹിനെ കൊല്ലാൻ നടന്ന ആളാണ്. നബി തങ്ങളെ കണ്ടാൽ കൊല്ലണം. മക്കാ ഫതഹിന്റെ നേരത്തെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ മക്കയിലേക്ക് വന്നപ്പോ പേടിച്ച് നാട് വിടുകയാണ്. ഇക്രിമ കപ്പൽ കയറാൻ വേണ്ടി ജസീറയിൽ വന്ന് നിൽക്കുമ്പോ പേടിച്ച് നാട് വിടാണ്. മുഹമ്മദ് എങ്ങാനും കണ്ണിൽപ്പെട്ടാൽ വകവരുത്തും. കാരണം അതിന് മാത്രം ആൾബലവും സൈന്യമൊക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പക്ഷേ പൊതുമാപ്പ് പറയുകയാണ്, ലാ തസ്രീബ അലൈക്കും, എല്ലാം നേടിയിട്ട് 2.5 കൊല്ലം എന്നെ പട്ടിണിക്കിട്ട് എന്നെ പരീക്ഷിച്ച എന്റെ നാട്ടുകാരെ, നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ ഖദീജയെ നഷ്ടമായത്. നിങ്ങൾ 2.5 കൊല്ലം പട്ടിണിക്കിട്ടപ്പോ എന്റെ കൂടെ കഴിയേണ്ടി വന്ന എന്റെ ഖദീജ പച്ചപ്പുല്ല് കഴിക്കേണ്ടി വന്നു. ജീവിതത്തിൽ അതിസമ്പന്നയായി വളർന്ന ഒരു കുടുംബത്തിൽ നല്ല ഭക്ഷണം മാത്രം കഴിച്ചു വളർന്ന ഖദീജയെ ആ ജീവിതമാണ് എന്നിൽ നിന്ന് അകറ്റിയത്. റസൂലുള്ളാഹിന്റെ വാശി തീർക്കാമായിരുന്നു, നബിതങ്ങൾക്ക് അതിന്റെ വാശി തീർക്കാമായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുലപ്പാലിന് വേണ്ടി തൊട്ടിലിൽ കിടന്നു വാവിട്ട് കരഞ്ഞു പോയ 2.5 കൊല്ലം റസൂലുള്ളാഹിക്ക് പക തീർക്കാമായിരുന്നു. ഹബീബായ നബി പറയുകയാണ്, ലാ തസ്രീബ അലൈക്കും, ഒരു തരിയുടെ പ്രതികാരം ഞാൻ നിങ്ങളുടെ മേൽ ചെയ്യുകയില്ല. ആ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മളുടെ യഥാർത്ഥ മാതൃക. ആര് ഉപദ്രവിച്ചാലും, ആരെന്ത് പറഞ്ഞാലും, എത്ര തന്നെ ആക്ഷേപിച്ചാലും, ഏതറ്റം വരെ പറഞ്ഞാലും അവരുടെ മേലൊരു പ്രതികാര നടപടി അത് യഥാർത്ഥ മുസ്ലിമിന് നിർവഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ്
കൊന്നവർ പോലും കൊലയാളികൾക്ക് മാപ്പ് കൊടുക്കുന്നു. അത് ഉള്ളിലുള്ള കറകളൊക്കെ ദീനാണ്. ആ ഇക്രിമ ഈ വിവരം അറിഞ്ഞു ഇക്രിമയോട് ഭാര്യ ചെന്ന് പറയാണ്, മനുഷ്യ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നബി പുറത്തുകൊടുത്തേക്കാണ്, പിന്നെ അവിടുത്തെ ഈ നാട് വന്നത്, ഒന്ന് ചെന്ന് ആ നബി ഒന്ന് കണ്ടൂടെ. ഇത് കേട്ട് ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിന്റെ മകൻ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണാൻ വരികയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. തന്റെ കടുകടുത്ത എതിരാളിയായ മകനാണ് വരുന്നത്. ആ മകൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ വിശ്രമത്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ പുറം മറച്ചിരുന്ന അവിടുത്തെ റിസാലത്തിന്റെ ശരീരം മറച്ചിരുന്ന തുണി പോലും നോക്കാതെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ചെന്ന് ഇക്രിമയെ കെട്ടിപ്പിടിക്കുകയാണ്. അതാണ് നബി തങ്ങളുടെ ആ ഒരു മനസ്സ്. ഇക്രിമയോട് പറഞ്ഞു, ഞാൻ കാത്തിരിക്കായിരുന്നു. സഹാബത്ത് പറയാൻ, അന്നാണ് ആദ്യമായി നബി തങ്ങളുടെ ചുമലിന്റെ ഭാഗത്ത് ഒരു നബുവത്തിന്റെ മനോഹരമായ ഒരു അടയാളുണ്ട്. ഞങ്ങളത് കൺകുളിർക്കെ കണ്ടത്. ഇക്രിമ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ മുകളിലുണ്ടായ നബി തങ്ങൾ ഏറ്റവും വലിയ ലജ്ജയാണ്. ഒരാൾക്കും തന്റെ ശരീരം കാണിച്ചു കൊടുക്കൂല. ആ റസൂലുള്ള അതുപോലും നോക്കാതെ പോയി സ്വീകരിച്ചു തന്നാണ്. ആ ഇക്രിമ തങ്ങൾ പിന്നെ ആരായി? ഇക്രിമ ഇസ്ലാമിലേക്ക് വന്നു. അതുകൊണ്ട് സഹാബത്തെ ഇനി അബൂജഹലിനെ ഒരു മനുഷ്യ കുറ്റം പറയരുത്, ഒരാളും കുറ്റം പറഞ്ഞു പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഇസ്ലാമാണ് ഇത്രമേൽ മനോഹരമാക്കുന്നത്. ആ ഇക്രിമ പിന്നീട് ആരായി മാറി? ഇക്രിമ തങ്ങൾ പറയാൻ, നമ്മൾക്ക് പോയ ആളുകൾക്ക് അറിയാം, ഒരു പ്രത്യേകമായ ഒരു സദ്, ഒരു ഡാമിനോട് ചേർന്നാണ് ഇക്രിമ തങ്ങളുടെ ഖബറുള്ളത്. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഖുർആൻ ഓതാനാണ്, അതേപോലെ നിസ്കരിക്കാനുമുണ്ട്. നിസ്കാരം ഖുർആൻ എനിക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് മുഴുവനും വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ് രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി കൈകൾ കെട്ടി നിസ്കരിച്ച് നിസ്കാരത്തിൽ ഖുർആൻ ഖത്മ തീർത്തിരുന്നു മരണം വരെ. ഇക്രിമത്തു ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു ആ മനോഹരമായ ഇതിവൃത്തത്തിലേക്ക് വന്നത് പരിശുദ്ധ ദീൻ, ആ നൂറ് ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ്. ഈ നൂറ് നമ്മുടെ മക്കളിലേക്ക് എത്തിയാൽ أفمن شرح الله صدره للإسلام فهو على نور من ربه. അല്ലാഹു പറയുകയാണ്, ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ മനോഹരമായ ഒരു വെളിച്ചം അല്ലാഹു കൊടുത്താൽ അവന്റെ ഖൽബിൽ അല്ലാഹു പ്രത്യേകമായ ഒരു വെളിച്ചം കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ നൂറ് അവനത് കൊടുക്കും. അതാണ് ഈമാൻ, അതാണ് ഹിദായത്ത്. ആ നൂറിന് വെളിച്ചം കൂട്ടാനുള്ളതാണ് എല്ലാ കർമ്മങ്ങളും. നബി തങ്ങൾ പറയുന്നു, അസ്സലാത്തു നൂർ, നിസ്കാരം വെളിച്ചമാണ്. ഖുർആനു നൂറാ, ഖുർആനിനെ അല്ലാഹു വെളിച്ചമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പരിശുദ്ധ കഅബ നൂറാണ്, വെളിച്ചമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആൻ പറഞ്ഞത് നബി തങ്ങൾ തന്നെ നൂറാണ്. ആ പുണ്യ നബിയെ മദ്ഹ് പാടുന്നതും സ്വലാത്ത് ചെല്ലുന്നതും നൂറാണ്, വെളിച്ചമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളിലാണ്, പള്ളിയിലാണ് അല്ലാഹുവിന്റെ വെളിച്ചമുള്ളത് എന്ന സൂറത്തുൻ നൂർ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ വെളിച്ചമായ പടച്ചറബിന്റെ വെളിച്ചമുള്ളത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുവാദം കൊടുത്തിരിക്കുന്ന റബ്ബിന്റെ മസ്ജിദുകളായ പള്ളികളിലാണ്. ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക്, പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്ക്, പള്ളിയുമായി എങ്ങനെയെങ്കിലും ഹൃദയത്തെ ബന്ധപ്പെടുത്തി വിനിയോഗിച്ച് ഒരു ജമാഅത്തെങ്കിലും ഒരു ദിവസമെങ്കിലും നിർവഹിക്കുന്ന ഒരാൾക്ക് ആ നൂറ് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ നൂറ് കിട്ടിയാൽ പിന്നെ അവൻ തമ്മാടിയാവൂല. ആ നൂറ് ഉള്ളിലേക്ക് എത്തിയാൽ അവൻ ഒരു ലഹരി
ഉണ്ടാവൂല. ആ നൂറുള്ളിലേക്ക് എത്തിയാൽ അവൻ കൊലപാതകയാവുകയില്ല. ആ നൂറ് ഒരാളുടെ ഉള്ളിലേക്ക് എത്തിയാൽ അവൻ തനി കുറ്റവാളിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. ആ നൂറ് എത്താത്ത എല്ലാ വിദ്യയും അവനെ നാശത്തിലേക്ക് വഴി നടത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 11, 12, 13 അഥവാ ഡിഗ്രിയുടെ ഈ കാലം, +1, +2 ഡിഗ്രി കാലം എന്നൊക്കെ പറയുന്നത് കൗമാരം അവസാനിച്ചു തുടങ്ങുന്ന കാലമാണ്. ആ കാലത്ത് ദുനിയാവിൽ മക്കളുടെ ഏറ്റവും വലിയ ശത്രു അവരവരോട് ഉപദേശം നൽകുന്ന ആളായിരിക്കും. ആരാ ഉപദേശിക്കുക? രക്ഷിതാക്കളും അധ്യാപകരും. അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ. എന്നാൽ ഉണ്ടാവേണ്ട ഒരു പ്രായത്തിൽ പരിശുദ്ധ ദീൻ എന്ന വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് എത്തിയാൽ, അച്ചടക്കം എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായാൽ, ആ സ്വഭാവം അവരെ പരിരക്ഷിക്കും. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അത് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് മതവിദ്യയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു ആലിമായ ഒരു പണ്ഡിതൻ, അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന ഒരു യഥാർത്ഥ പണ്ഡിതന്റെ മുന്നിൽ ഒരൽപനേരം ഇരുന്നാൽ അർശിന്റെ ലോകത്തിന്റെ താഴ്ഭാഗത്തുള്ള മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമു പഠിക്കാൻ വേണ്ടി മക്കൾ മദ്രസയിലേക്ക് വരുമ്പോ ആ മദ്രസയിലുള്ള 7 to 7:30 സമയം അർശിന്റെ ലോകത്തെ മലക്കുകൾ ആ കുട്ടിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആ തൗഫീഖ് കൊടുക്കട്ടെ. രക്ഷിതാക്കൾ തിരിച്ചറിയണം. അതൊരു സ്കൂളിൽ പോയാൽ കിട്ടൂല. എന്തുകൊണ്ടാ? അവിടെ സനദ് മുത്തസിലാകുന്ന വിദ്യയില്ല. ഇത് മദ്രസയിൽ നിന്ന് കൊടുക്കുന്നത് സനദ് മുത്തസിലാണ്. അല്ലാഹുവിൽ നിന്ന് നബിക്ക് കിട്ടി, നബിയിൽ നിന്ന് സഹാബത്തിന് കിട്ടി, അവരിൽ നിന്ന് താബിഈന്, തബഉ താബിഈന്, അങ്ങനെ കിട്ടി പോരുന്ന മഹാരഥന്മാരായ ഉസ്താദുമാരിലൂടെ ഹബീബായ നബി തങ്ങളുടെ നാവിലേക്ക് എത്തുന്ന ഇൽമുകളാണ് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നൂറാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഖബറിന്റെ അരികത്തുകൂടി നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള ആള് നരകയാതന അനുഭവിക്കുകയാണ്. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മടങ്ങി വരുമ്പോൾ അയാൾ സ്വർഗത്തിലാണ്. മൂസാ നബിക്ക് ഒരു സംഗതി അപ്പറിയാം. എന്താണ് ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ നരകത്തിൽ, ഇങ്ങോട്ട് വരുമ്പോ സ്വർഗത്തിൽ. മൂസാ നബി ആ ഖബറിലുള്ള ആളോട് ചോദിച്ചു എന്നാണ് അയാൾ പറഞ്ഞ മറുപടി. എനിക്കൊരു മകനുണ്ട്. ആ മകൻ തൗറാത്ത് പഠിക്കാൻ വേണ്ടി ഒന്ന് സമയം മാറ്റി വെച്ചപ്പോ അള്ളാന്റെ കലാമായ തൗറാത്ത് പഠിക്കുന്ന മകന്റെ വാപ്പയെ അള്ളാഹു ഒന്ന് സൽക്കരിച്ച് സ്വർഗത്തിലേക്ക് മാറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമ്പമുള്ള ജീവിതം മാതാപിതാക്കൾക്ക് 2 ലോകത്തുള്ളത് മതവിദ്യ കൊടുത്താൽ. എത്രയെത്ര പ്രയാസപ്പെട്ട് മക്കളെ വിദൂരങ്ങളിലേക്ക് ഇൽമു പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്ക് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ആഖിറം ഈ മക്കളിലൂടെ സമ്പന്നമാകണമെന്ന ലക്ഷ്യം കൊണ്ടാണ്. ഉമ്മമാര് പറയും, അവരടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല, പിന്നെ കേവലം ഒരു സുഖം കിട്ടും. എന്നാൽ എന്നേക്കുമായ ശാശ്വതമായ ഒരു സുഖലോലുപതയാണ് അല്ലാഹുവിന്റെ അറിവിന്റെ ലോകം നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഇലാഹായ റബ്ബ് നമുക്കതിന് സൗഭാഗ്യം തരട്ടെ. ഒരു ഖുർആൻ പഠിക്കുന്ന ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ മാതാപിതാക്കൾ ഈ ലോകത്തിന്റെ രാജ്ഞിയും രാജകുമാരനുമാണ്. അല്ലാഹു ആ മക്കളെ കൈകൊണ്ട് അവർക്ക് കിരീടം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേറെ ഒരു സൗഭാഗ്യം ലോകത്തുള്ള എല്ലാവരും കൂടി നിൽക്കുന്ന ആ സമയത്ത് ഖുർആൻ പഠിച്ച മക്കള് അവനാന്റെ മാതാപിതാക്കൾക്ക് കിരീടം അണിയിക്കുക എന്ന് പറഞ്ഞാൽ
ഇതിലേറെ എന്ത് സൗഭാഗ്യമാണ് ഉമ്മമാരെ കിട്ടാനുള്ളത്. നിങ്ങൾക്ക് മാസം 5ഉം 10ഉം ലക്ഷം കൊണ്ട് നിന്നാലും അതിന് പകരാവില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു മാതാവ് മരിച്ചു. ആ മാതാവിന്റെ ഖബറിടത്തിൽ നിന്ന് യാസീൻ ഓതി എല്ലാവരും മടങ്ങിപ്പോരുമ്പോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തുള്ളികൾ ഒറ്റി ഒഴുകിക്കൊണ്ട് അള്ളാന്റെ കലാം പിടിച്ചിട്ടൊരു പിഞ്ചു പൈതൽ ഇങ്ങനെ ഓതുന്നത് കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആ മകൻ നിലവിളിച്ച് വാവിട്ട് കരയുകയാണ്. എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ട എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്. പടച്ചവനെ, ആ ഉമ്മക്ക് വേണ്ടിയല്ലാതെ ആർക്കാണ് ഞാൻ അള്ളാന്റെ ഖുർആൻ ഓതുക? ഒരു കുഞ്ഞിന്റെ ആ മനസ്സിൽ അത് വന്നത് ആ ഉമ്മ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇതിലേറെ വലിയ സൗഭാഗ്യം എന്താ ജീവിതത്തിൽ കിട്ടാനുള്ളത്? അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇതിലേറെ നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. സ്വന്തം മക്കളെ ദീന് പഠിപ്പിച്ചു കൊടുത്ത് ആ ദീനിന്റെ കൂടെ ഭൗതികം കൊടുത്ത് അവര് ഡോക്ടറോ എഞ്ചിനീയറോ എന്തുമായി കൊള്ളട്ടെ. അല്ലാഹു പറയുന്നു, ഇന്നൽ ഇലാഹ വഅബ്ല കുല്ലി സമാഇഹി വൽ അർള ഹത്തൽ ഹൂത മഅനൽ ഫലാ. അല്ലാഹുവും അവന്റെ മലായികത്തും ആകാശത്തിലുള്ള എല്ലാവരും ഈ ഭൂമിയിലുള്ള ഓരോ മൺതരിയും ഈ ഭൂമിയിലെ മീനുകളും എത്രത്തോളം ഓരും കാണാത്ത ഭൂമിയിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങൾ പോലും ഇൽമു പഠിക്കുന്നവരും മുത്തഅല്ലിമിന്റെ മേൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹത്താ സബദൽ ബഹർ, കടലിലെ പുഴയിലെ പായൽ പോലും അള്ളാന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ മക്കളെ ഉമ്മിയും ബാപ്പയാവാന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിൽ ഇനി അതിനപ്പുറം എന്താ നമുക്ക് കിട്ടാനുള്ളത്? അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മക്കളെ ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേരമക്കളെ ആക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് സൗഭാഗ്യം തരട്ടെ. നാളെ മരിച്ചു കിടക്കുമ്പോ ഒരു പള്ളിയിലെ ഉസ്താദ് ഓതുന്ന യാസീൻ അവനാന്റെ മക്കൾ ഓതുന്ന ആ പരിസരത്തേക്ക് എത്തൂല. തന്റെ നാവ് കൊണ്ട് ഇമ്പമാർന്ന രീതിയിൽ മലക്കുകളെ സന്തോഷിപ്പിച്ച് ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരു മകൻ ആ ഉമ്മാക്കുണ്ടെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് ദുനിയാവിൽ ഇനി ആരോധിയാലും എത്തില്ല. അങ്ങനത്തെ അതാണ് പലതും സ്വാലിഹുൻ യദുഊല, ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു മകൻ. ആ മകന്റെ ദുആ, മകളുടെ ദുആ ആരുടെ മണ്ണിലേക്ക് എത്തും? രാജ്ഞിയായി അവിടെ കഴിയാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മക്കൾ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ സുഹൃതങ്ങളുടെയും അനുഭൂതി വാപ്പാക്ക് ഇങ്ങനെ കിട്ടും. ഒരു ആലിം തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആരൊക്കെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്നുണ്ടോ, ആരൊക്കെ അതുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ, അല്ലാഹുവെ പറയുന്നുണ്ടോ, അതിന്റെയൊക്കെ പ്രതിഫലം ഈ ആദ്യം പഠിപ്പിച്ച ആലിമിന് ജന്മം കൊടുത്ത ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് എത്തും. അവനാണ് പൈസ കൊടുത്ത് ക്ഷമിച്ച് കാണാതെ വിഷമിച്ച് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും ഒക്കെ പഠിക്കുമ്പോ അതിലെ അത്ഭുതകരമായ പ്രക്രിയകൾ കാണുമ്പോ ഇതൊക്കെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ എത്ര മനോഹരമായി പറഞ്ഞ സംഗതികളാണ് ഇതെന്ന് അത് നേരിട്ട് കാണുമ്പോ വല്ലാത്തൊരു ഈമാൻ അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുകൊണ്ട് നമ്മൾ നല്ല ഉറച്ച ഒരു തീരുമാനം മക്കളുടെ വിഷയത്തിൽ എടുക്കണം. നമ്മൾ വളരെ സൗഭാഗ്യം ചെയ്തവരാണ്. ഈ കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഖുർആൻ പഠിക്കാൻ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. ഇൽമു പഠിക്കാൻ ഒരുപാട് സൗകര്യ സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് വിട്ട് സമന്വയ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അതിമനോഹരമായി കൊടുക്കാൻ പറ്റും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. മൂന്നാം ക്ലാസ് വരെ ഔദ്യോഗികമായിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടു. SSLC എഴുതിയില്ല, +1 എഴുതിയില്ല, +2 എഴുതിയില്ല. പക്ഷെ എനിക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. ഈ ദാറുൽ ഹുദ എന്ന് പറയുന്ന അതിമനോഹരമായ ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് രാജഗിരിയിലെ ഡോക്ടർ സംസാരിക്കുന്ന ഇംഗ്ലീഷിനേക്കാൾ മനോഹരമായി എനിക്ക് സംസാരിക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അത് ആ സ്ഥാപനം തന്നതാണ്. ഇൽമ് പഠിച്ചു, ഖുർആൻ പഠിച്ചു. 8-ാം വയസ്സിൽ അല്ലാഹു ഹാഫിളാകാൻ ഒരു സൗഭാഗ്യം തന്നു. 8-ര വയസ്സിൽ ആ സൗഭാഗ്യമൊന്നും എൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു ലെവലേശം പോലും കോട്ടം വരുത്തിയിട്ടില്ല, ഒരു നഷ്ടവും വരുത്തില്ല. നാളെ ഈ പള്ളിപ്പണിയിൽ നിന്നിറങ്ങി മറ്റൊരു കുപ്പായം ധരിച്ച് ഒരു സ്കൂളിൽ ടീച്ചറായി വേണമെങ്കിൽ കയറാം, ഏത് ജോലിക്കും വേണമെങ്കിൽ പോകാം. പക്ഷേ അതല്ല മാർഗം നന്നായ പോരാ, ലക്ഷ്യം കൂടി നന്നാവണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഈ പരിശുദ്ധമായ ദഅവത്തിനൊരു അവസരം അള്ളാഹു തന്നാൽ അതാണ് ഏറ്റവും നിർവചിക്കാൻ കഴിയാത്ത അനുഭൂതിയും പ്രതിഫലവും. അള്ളാഹു അങ്ങനത്തെ സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് തരട്ടെ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കൾ എനിക്ക് വേണമെന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക, മഹാരഥന്മാരായ മഹത്തുക്കൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇവരൊക്കെ അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞവരാണ്. അവരൊക്കെ ദുനിയാവും നേടി ആഖിറവും നേടിയവരാണ്. മഹാനായ അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 38 കൊല്ലം അള്ളാഹുവിന്റെ ദീന് പഠിച്ച, ലോക ചക്രവാളങ്ങൾ മുഴുവനും പരന്ന സൂഫി സൂര്യ തേജസ്സാണ് മഹാനായ ഗൗസുലാണ്. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുള്ള ശതകോടീശ്വരനുമായിരുന്നു ഗൗസുലാണ്. വലിയ കോടീശ്വരനായിരുന്നു. നമ്മൾ വിചാരിക്കും അലക്കാത്ത തുണിയും കുപ്പായൊക്കെ ഇട്ട് ഇല്ലാത്ത തേങ്ങൊരു ചെരുപ്പിട്ട് ഇറങ്ങുന്ന ആളല്ലേ. ഉന്നതമായ വേഷവിധാനങ്ങൾ ധരിച്ച് നല്ല അചഞ്ചലമായ ആണത്തത്തോടെ നിലകൊണ്ടു നിന്ന, നല്ല ഭക്ഷണം മാത്രം കഴിച്ച ഒരാളാണ്. ഒരിക്കൽ ദർസിലേക്ക് വാപ്പ വന്ന് നോക്കുമ്പോ ഉസ്താദിന് കോഴിയും കുട്ടികൾക്ക് സാധാ കറിയും. ചീത്ത ഇതെന്താ, ഉസ്താദ് കോഴി കഴിക്കുന്നു, ബാക്കിയുള്ളവര് ചാറ് മാത്രം കൊടുക്കും. അപ്പൊ പറയാം, കുറെ കൊല്ലം കഴിയുമ്പോ ഇതിനും വലിയ കോഴിയാണ് കിട്ടിയപ്പോ ഞാൻ കുറെ ചാറ് കൂട്ടിയതുകൊണ്ടാണ് ഇപ്പൊ കോഴി കൂട്ടിയാലെത്തിയത്. അതങ്ങനെയാണ്, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. ഇൽമ് അത് കിട്ടിയാൽ അത് അമൂല്യമായ ഒരു നിധിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കളഞ്ഞു പോയ സ്വത്താണ് അറിവ്. അത് എവിടെ കിട്ടിയാലും ശേഖരിക്കണം. 4 പവന്റെ ഒരു മാല കളഞ്ഞു പോയാലും വൈക്കലായി കിടക്കുന്ന കണ്ടാൽ അവിടെ ഉണ്ടല്ലോ സമാധാനമായി, എടുക്കാതെ പോവും. അതെടുത്തിട്ട് കൊണ്ടുപോകൂലേ. ഇതുപോലെയാണ് അറിവ്, എവിടെ കിട്ടിയാലും അത് ശേഖരിക്കണം. ഇസ്ലാം ലോകത്ത് കടന്നു വന്ന എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മതമാണ്. കാരണം പ്രകൃതിയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രകൃതിയുടെ നിയമം എന്താണോ അതേ ഇസ്ലാമിന്റെ നിയമമുള്ളൂ. ഒരു രാജ്യത്ത് കള്ളുകുടിക്കരുത് നിയമമുണ്ട്, ഇസ്ലാം പറയുന്നു കള്ളുകുടിക്കരുത്. വ്യഭിചരിക്കരുത്, ഇസ്ലാം പറയുന്നു വ്യഭിചരിക്കരുത്. മറ്റൊരാളെ ഉപദ്രവിക്കരുത്, ദീനും പറയുന്നു ഉപദ്രവിക്കരുത്. എല്ലാം പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി പറയുന്നു. ആ ഇസ്ലാം വളരെ സമ്പൂർണമായ ഒരു വ്യക്തിത്വം ഒരാൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ നിയമവ്യവസ്ഥകളും പഠിപ്പിച്ചു തന്ന് സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഒരു മനുഷ്യനെ സമ്പന്നമാക്കുകയാണ്. അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ പരിശുദ്ധ ദീന് ഒരാൾ പഠിച്ചേ മതിയാവൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ജീവിതാവസാനം വരെ നമ്മൾ പതിവാക്കണം ഈ ദുആ. ഇൽമ് പഠിച്ചും പഠിപ്പിച്ചുമായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരണമേ. മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാമിന്റെ കിതാബ് ഓതാതെ ഒരു ആലിമും സനദ് വാങ്ങില്ല. കേരളത്തിൽ ലോകത്ത് ഒരു പണ്ഡിതനും നവവി ഇമാമിന്റെ കിതാബ് ഓതാതെ ഒരാളും ആലിമാവൂല. ലോകത്തെവിടെ ഖുർആനിൽ കിതാബ് ഉണ്ടോ ഉണ്ട്, ഹദീസിലുണ്ടോ ഉണ്ട്, ഫിഖ്ഹിലുണ്ടോ ഉണ്ട്, എല്ലാ ഫന്നിലും കിതാബുള്ള ഒരു മഹാൻ അല്ലാമ ഇമാം നവവി റളിയല്ലാഹു അൻഹു 46 കൊല്ലമേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ.
കല്യാണം കഴിച്ചിട്ടില്ല. ആ ഇമാം നവവി തങ്ങൾ ജീവിതത്തിൽ എഴുതിയ കിതാബുകളുടെ അമൂല്യമായ അറിവുകൾ ഒന്ന് മൊത്തത്തിൽ പരിശോധിച്ചാൽ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ മിനിമം 8 പേജെങ്കിലും മഹാനുകൾ എഴുതിയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, മിനിമം 8 പേജെങ്കിലും ആ മഹാൻ എഴുതിയിട്ടുണ്ടാവണം. ജനിച്ചെന്ന് എഴുതാൻ കേട്ട് കിടക്കുന്നു. ഒരു പ്രായമുള്ളതില്ല, 10-12 വയസ്സിലാണ് ഇത് പഠിച്ച് എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ എത്ര കണ്ട് ഒരു ദിവസം രചിച്ചിട്ടുണ്ട്. സമയത്തിൽ നമ്മൾ ബർക്കത്ത് കൊടുക്കും. അള്ളാഹുവിനെ തേടി പോകുന്നവരുടെ പിന്നാലെ പടച്ചവൻ അവന്റെ ബർക്കത്ത് കൊടുക്കും. രാത്രി മുഴുവൻ ഇരുട്ടാണ്, വലിയ കാറ്റിൽ വിളക്ക് പോലും അങ്ങ് കെട്ടുപോയി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുവിരൽ CF ബൾബാക്കി, ചെറുവിരൽ ഇങ്ങനെ ആ വെളിച്ചത്തിൽ അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന ഫദ്ലും തൗഫീഖുമാണ്. ആ അവസ്ഥയിൽ എത്തുന്ന മക്കൾ അള്ളാഹു